ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു ആശയമാണ് ഇന്ന് നാദബ്രഹ്മം ഫൗണ്ടേഷന് സഫലമായത്. അത് പൂർവാധികം നല്ല കളർഫുള്ളായിട്ട് നടത്തുവാൻ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഈ സംഗീത കൂട്ടായ്മ സമൂഹത്തിന് നന്മ നൽകുന്ന എന്തെങ്കിലും ആശയങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങളിലും നമ്മൾ ആഗ്രഹിക്കുന്നത്. 36 വർഷമായിട്ടുള്ള ഒരു സംഗീത സാധന ലോക സമാധാനത്തിനും ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി ഗുരുവായൂരപ്പൻ്റെ സന്നിധാനത്തിൽ 36 തവണ മുടങ്ങാതെ നടത്താൻ കഴിഞ്ഞു എന്നത് ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായിട്ട് കരുതുന്നു. അതുപോലെ ചെയ്തു കഴിഞ്ഞിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ് ഞാൻ അതിൻ്റെ നന്മ കളയുന്നില്ല. ചെയ്യാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ 2024 പോലും വയനാട് ദുരന്തം ഉൾപ്പെടെ 5-ൽ പരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ 24 കഴിഞ്ഞു. 25ാമത്തെ ഈ വർഷം ജനുവരിയിൽ ഇത്രയും വലിയൊരു ഫംഗ്ഷനോടുകൂടി നമ്മൾ ആരംഭിക്കുമ്പോൾ ഈ വേദിയിലും നമ്മൾ അത്തരത്തിലൊരു കർമ്മം അടുത്തതായിട്ട് നടക്കാൻ പോവുകയാണ്. അതൊരു വളരെ ശോചനീയ അവസ്ഥയിൽ കഴിയുന്ന ഒരു കലാകാരന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സഹായം. ഇനി മുന്നോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് കോമ്പറ്റേറ്റീവായിട്ടുള്ള സാഹചര്യമാണ്. പക്ഷേ നമ്മൾക്ക് മുൻപിലുള്ള ആശയങ്ങളും ഉത്തരവാദിത്തങ്ങളും വളരെ വലുതുമാണ്. അപ്പോൾ എങ്ങനെ പോയാലും സമൂഹത്തിലുള്ളവരുടെയും സഹൃദയവരായവരുടെയും സംഗീതത്തെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആർക്കും ഈ പ്രസ്ഥാനത്തെ പിന്നിലും മുന്നിലും നിന്ന് സഹായിക്കാം, സഹകരിക്കാം. അങ്ങനെയുള്ളവർ മുന്നോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വ്യക്തിപരമായ ഒരു താല്പര്യത്തിനും വേണ്ടി ഈ സംഘടന നിലകൊള്ളുന്നില്ല. ഇത് സമൂഹത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യണം വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പണായിട്ട് നാദബ്രഹ്മം ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ വിശ്വസിക്കാം, ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം. ഏവർക്കും നന്ദി, നമസ്കാരം.